ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഫലവത്തിനെ കൊണ്ട് എന്റേതായ മനസ്സ് കൊണ്ടെല്ലാം തളർത്തി കഴിഞ്ഞു എന്നുള്ളൊരു അപേക്ഷയാണ് മുത്തപ്പനുണ്ട്. അതുകൊണ്ട് മനോധൈര്യത്തെ കൊണ്ടെത്തു ഓർത്ത് കേട്ട് കിടത്തി നിൽക്കുന്ന പരിഹാരം ചെയ്യണമെങ്കിൽ താകത്തിലുവാൻ ദേവനെ വിളിച്ചിരിക്കുന്ന ഒരു രൂപങ്ങളാണെങ്കിലും മനസ്സ് കൊണ്ടുള്ള അനുഭവങ്ങൾ ശത്രുത മനോഭവങ്ങളെ അകറ്റി മനസ്സുകൊണ്ട് സ്വസ്ഥത മാർഗം ഉണ്ടാക്കി നീട്ടിയിരിക്കുന്ന വലതുകിലും പെരുമാറി ദേവൻ നൽകി തന്നത് എന്തിനാ ദേവമായി ദേവപ്രകാരം മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നത് എന്നുള്ള മനസ്സുകൊണ്ട് വിലകൊണ്ടു പോയാൽ ബ്രഹ്മാവിട്ടൂർ ആയുസ്സും ചിത്രത്തോട് നേകിയാണ് രണ്ടിനും മാറ്റമില്ല. ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടും. ആരോഗ്യത്തെ നിർത്തി കിട്ടിയാൽ മാത്രമേ ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടും. അതുകൊണ്ട് എൻ്റെ ശരീരം തളരുമ്പോൾ എനിക്ക് മനസ്സ് ശരീരം തളർന്നു വന്നു മറുഭാഗം എനിക്ക് നഷ്ടപ്പെടുത്തി കഴിയാവുന്ന ഭയപ്പാടുകളിൽ കൂടി ഉപദേശങ്ങൾ അനേകം മുന്നോട്ട് കൊടുക്കലാന്നിട്ടോ ഇതിനാണ് ഒരുപാട് ചെവട്ട പുണ്യശക്തിയെ കൂടി നിങ്ങളെ ചേർത്ത് കെടുത്തുന്ന ദേവൻ. അതുകൊണ്ട് ശരീരം മനസ്സും തളരുന്ന നാടുകളിൽ മനോധൈര്യം പണിക്കുവാൻ മറുഭാഗം ആത്മധൈര്യം കൊടുത്തു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആ ആരോഗ്യം നടത്തി നിങ്ങളുടേതായ മനസ്സും കൊണ്ട് മോഹിച്ചത് നിങ്ങൾക്ക് സാധ്യമാക്കി തീരുമാനം മുത്തപ്പൻ ഉണ്ടായ പോലെ പലരും കിട്ടും. നിരാശപ്പെട കേട്ടോ. മാറ്റങ്ങളുടെ ഭേദഗതിയില്ലേ? മനസ്സിന് ശക്തി കുറവാ നിനക്ക് കാണുന്നു. കരം പിടിച്ച് എന്താവണത് മനോധൈര്യം കൊടുത്ത് മനസ്സിന്റെ കട്ടിന്റെ മുകളിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്തോ ഒരു ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ വിഷയത്തിൽ മനോധൈര്യം കൊടുത്തിട്ടുണ്ട്. ആത്മധൈര്യം കൊടുത്ത് എന്റെ സന്താനത്തിന് നേർവഴി എത്തിച്ചേണ്ടി മനോധൈര്യം കൊടുക്കുന്നത് മുത്തപ്പൻ. ഇങ്ങോട്ട് വിളിക്കേണ്ടത്. അതുകൊണ്ട് നിന്റെ മനഭാഗം തെറ്റ് ചെയ്തു എന്നാണ് വിഷയിക്കുന്നത്. ആരാ വിഷയത്തിൽ പറയുന്നത്? ഇങ്ങോട്ട് കിടക്കും മുൻപോട്ട് കിടക്കും. തെറ്റ് ചെയ്ത മറുഭാഗം വന്നോ? മറുഭാഗം വന്നോ? തെറ്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ കാലങ്ങളായിട്ട് കാണുന്നതാണ് മുത്തപ്പൻ. അത് ഒരു ഭാഗത്തിന്റെ മുകളിൽ ഏറ്റവും നമ്മളെ മുമ്പിൽ അങ്ങേ സ്ഥലത്ത് ധൈര്യം കാണിച്ചിട്ട് ഒരു ഭാഗത്തുനിന്ന് കൈ പിടിച്ചിട്ട് പറയുകയായിരിക്കും. രണ്ടാമത്തെ ഭാഗത്തുനിന്ന് എന്തോ ഒരു മനോധൈര്യം കൊടുക്കേണ്ട ആളത്തിന് മനസ്സ് താഴ്ന്നു പോയിക്കുന്ന ഏത് ഭാഗം വന്നോ ദോഷങ്ങളും നമ്മൾ കണ്ടെത്തി തരുവാനും മൊത്തം പരിഹാരം മാർഗം കൊടുത്താൽ പോലെ. അതുകൊണ്ട് ആത്മധൈര്യം കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ അവരവരുടെ ശരീരത്തിന് ജീവിതം വീണ്ടെടുക്കുവാനായിട്ട് മനോധൈര്യം കൊടുക്കുവാനായിട്ട് മുത്തപ്പൻ അങ്ങോട്ട് വിശേഷിക്കുന്നു. ചേർത്തിക്കൊണ്ടിരിക്കുന്നത് ദേവനന്റെ. അതുകൊണ്ട് ആരിലാണോ വിഷമത വന്നു ചെയ്യുന്നത് മനോധൈര്യത്തെ കൂടി ദുഃഖത്തിനും സന്തോഷത്തിനും പങ്കുചേരേണ്ടാണ് ഒരുമിച്ച് വേണം നമുക്ക് വരുന്നത് അതിന്റെ ഭാഗത്തിനാണ് വരുന്നത്. അതിന്റെ വിഷമം പറയുന്നത് മനോധൈര്യം വീണ്ടെടുക്കുവാനായിട്ട് മനസ്സിന് പോലെ ധൈര്യം നിന്നിട്ട് ഉണ്ടാവണം. മാറ്റങ്ങൾ പൂർണ്ണതയിൽ വീണ്ടെടുക്കുവാനായിട്ട് രണ്ടാമത്തെ തലമുറ ഭാഗം ആത്മധൈര്യം കൊടുക്കുവാൻ വീടെടുത്ത് ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് ശക്തി പകർത്തുവാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരുടെ അനുബന്ധം നിമിത്തം കൊണ്ടുള്ള അനുഭവങ്ങൾ ഫലവത്തുണ്ടാക്കി മനസ്സുകൊണ്ടുള്ള വേദങ്ങളെ അകറ്റി ജീവിതം ചോദിച്ച് പാലിച്ചിരിക്കുന്ന അനുഭവങ്ങൾ മനസ്സുകൊണ്ടുള്ള വേദങ്ങളെ ദുഃഖത്തിൽ നിന്ന് ഇരട്ടി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ പോലും മനസ്സ് കൊടുത്തിരിക്കുന്ന ആത്മരാധ മനഭാഗമായിട്ട് മനസ്സ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? എന്തിനു വേണ്ടി ജീവിതം തന്നാവസരം മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിന് ഒളിച്ചോടരുത്. എല്ലാവർക്കും ദുഃഖം കൊടുത്ത് നിന്റെ ജീവിതത്തിൽ നീ കരകരക്കഴിഞ്ഞാൽ വാക്കൾവെക്കെല്ലാം നല്ലത് കൊടുത്തിട്ടല്ല നീ കേൾക്കുന്നത്. അതുകൊണ്ട് ദേവന് കൂടെയുണ്ട്. മുത്തപ്പനെല്ലാം കരകയറ്റനുള്ള ഒരു ആത്മവിശ്വാസം കൂടി അല്പം കൂടി നീ ക്ഷമ കൊടുക്കുക മുത്തപ്പൻ.
കൽപ്പിച്ചേരുണ്ട ആരോഗ്യത്തെ മുന്നത്ത് ആയുധ പ്രതിഭയ്ക്ക് പാരാട്ട് അല്ലെങ്കിൽ ശക്തി മുഖത്തിരുമാനൊക്കെ കലാട്ടിക്കണം മുന്നേ ദേവാദം. അതുകൊണ്ട് രണ്ടുപേരും മനസ്സൊന്നാക്കി ജീവിതത്തിലേക്ക് തന്നെ സന്ധാനത്തിന് കരം പിടിച്ചത് മുത്തപ്പനാണെങ്കിലും കൈവിട്ട് കളിയിലെ മുത്തപ്പൻ. ഇതിന്റെ കൂടുതൽ അനക്കൊന്നും അറിയാൻ എനിക്ക് എന്റേതായിട്ടുള്ള ഒന്നും അറിയാണ്ട് ഇതും കൂടി അറിയാണ്ടിട്ടാണ് ഞാനിങ്ങനെ മുത്തപ്പൻ്റെ മുമ്പിൽ വന്നത്. ഈ പൈസ അന്റെ ഒന്നും അറിയണ്ട, എനിക്ക് ഇതും കൂടി അതാ വിഷയിച്ചത്. അത്രയോ നീ കൂടെയില്ലേ? ഞാനല്ല കൂടെ മുത്തപ്പൻ്റെ അടുത്ത് അതാ വിഷയിച്ചത്. നിന്റെയും കൂടി മനസ്സിന് വേദന വേണ്ടേ? എന്റെ കാര്യം ഒന്നും അറിയണ്ട മുത്തപ്പൻ. അതാ വിഷയിച്ചത്. എല്ലാ സന്താനത്തിന് കൊടുക്കുന്ന മനോധൈര്യമാണ് ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്നുണ്ട്. അത് മാത്രം പോരല്ലോ, മനോധൈര്യം കൊടുക്കണം. ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് കാര്യമില്ലല്ലോ. മനോധൈര്യമാണ് ജീവിതത്തിലേക്ക് തിരിച്ചപ്പെടുന്നത്. അതേ പ്രകാരം ദേവന്റെ മുന്നിൽ പതിയുന്നു. എല്ലാ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്റെ പൊന്നുദേവനെന്നെ കടാക്ഷിവനെ കൈവിട്ട് കളഞ്ഞുവെന്നുള്ളൊരു അപേക്ഷയിൽ കൂടി യാചിക്കുന്ന നാടുകളിൽ ആത്മധൈര്യത്തിൽ കൂടി കൊണ്ടെടുക്കുവാൻ ശക്തി കൊടുക്കുന്നുണ്ട് ദേവൻ. അതുകൊണ്ട് സർവ്വത നഷ്ടപ്പെട്ടെടുക്കാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് എനക്കൊന്നും വേണ്ട. എന്റെ തൃക്കണ്ണക്കര കേൾക്കുന്ന നാടുകളെ വീണിരിക്കുന്ന കണ്ണുനീരിൽ മുത്തപ്പനൊരു പരിഹാരം മാർഗം കൊടുക്കണേ എന്നുള്ള ദക്ഷിണയാണോ ദേവന് പ്രതിഫലം? അതാണോ നീ കരുതി? അതല്ല, ദക്ഷിണ കൊടുത്ത് പ്രീതിപ്പെടുത്തി ധനം കൊണ്ട് നേടുവാൻ നിങ്ങൾ പ്രേക്കണ്ടോട് വൈദ്യനെടുക്കാൻ പോയിക്കുന്ന ധനം കൊടുത്തുകൊണ്ട് നേടാൻ കഴിയാം. അതുകൊണ്ട് ദേവന്റെ മുന്നില് ദക്ഷിണ കൊണ്ടോ ധനം ധാന്യം കൊണ്ടോ സ്വർണ്ണം കൊണ്ടോ പ്രീതിപ്പെടുത്താൻ കഴിയില്ല. ധനത്തെ കൊണ്ടുള്ള അനുഭവത്തിലോ യാചിക്കുന്നവര് ഭക്തന്മാർക്ക് ധാരമായി കൊടുക്കുന്ന ദേവനുണ്ട്. അതുകൊണ്ട് ഇന്റേതായ വേദന ഞങ്ങളെ ലഭിക്കുന്ന വേദന സന്ധാനത്തിനാക്കി മനോഹര താകുമായ ഞങ്ങൾ ഇല്ലാതെയാവാതെ അർപ്പിച്ചതാണ്. ഘടിപ്പിച്ചത് ഏത് പ്രകാരം ഭക്തരാണെങ്കിലും മുത്തപ്പൻ സ്വീകരിച്ചിരിക്കുന്നു. എങ്കിലും എൻ്റെ കണ്ണിയിലെ ഒരു കണ്ണിയിലെ ഒരു ജോലി ഞാനൊരു സന്തോഷം അനുഭവിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കിയാൽ ആ സ്നേഹം എനിക്ക് ഭാഗ്യം വയ്ക്കാൻ മുത്തപ്പൻ ഏറ്റുവാങ്ങി അതുകൊണ്ട് നിന്നില്ലാതെ ഏൽപ്പിച്ച ഒത്തിരി ഖരം പിടിച്ചത് ദേവനാണെങ്കിൽ മനസ്സുകൊണ്ട് ശരീരവും തടലുമാനപ്പെടും പടമത്തത് ആരോഗ്യത്തെ ഗുണത്ത് ആയുധം പ്രതിഫലിച്ചു തരുവാൻ മുത്തപ്പനുണ്ടാവും. അതുകൊണ്ട് അവരവരുടേതായ ദുഃഖം എന്താവണത് അന്യന്മാരെ അറിയിക്കാതെ തിരുമുഖമെന്ന് പ്രസാദമായിട്ട് നിന്ന് മനസ്സിനെ നല്ലവണ്ണം ആത്മധൈര്യം കൊടുക്കുക. തിരിച്ച് ഇതിൻ്റെ ശരീരത്തിലേക്ക് ശക്തി വന്ന് കയറി സൗഭാഗ്യത്തിന് കൊടുത്തേക്ക് നമ്മുടെ ആരോഗ്യം മുത്തപ്പൻ നൽകി തന്നാൽ പോലെ വരം കിട്ടിയിട്ട് മുത്തപ്പനെ ഘടിപ്പിക്കുക. എന്നിട്ട് ഉപദേശം കൊടുക്കുന്നില്ലേ കുറഞ്ഞു പോകുന്നുണ്ട കൊടുക്ക. നീ കൊടുത്ത സ്നേഹമാണ് നിങ്ങൾ രണ്ടുപേരിലും സ്നേഹം ഏത് പ്രകാരം നൽകി തന്നതിന് അതേ പ്രകാരം തിരിച്ച് ദുഃഖത്തിലും പങ്കുചേർന്ന് ഒരുമിച്ച് ആരോഗ്യം വീണ്ടെടുക്കുവാൻ ആയുധം പ്രദർശിക്കുവാൻ മുത്തപ്പൻ കൂടിയുണ്ടാവും. പറയാൻ തന്നാൽ പോലെ എഴുന്നേറ്റ് നിന്ന് എഴുതുവാൻ ചലിക്കുന്നില്ലേ? മുൻപോട്ട് കിടക്കുവാനുള്ള ഒരു ആരോഗ്യമാദ്യം ഇല്ലാതെ അല്ലേ? ഔഷധം വെപ്പില്ലേ? അതിന് കഴിക്കുന്നുണ്ട്. കരം ഒന്ന് നിവൃത്തിപ്പെടുത്താട്ടെ. മൊത്തത്തിലൊന്നും കൂടി കാണിട്ട് പ്രകാശം കളിപ്പിക്കട്ടെ. ഇതിൻ്റെ കല കൂടി വളരെ കല മുത്തപ്പൻ നോക്കിയത് ആദ്യത്തെ അനുബന്ധം ഞാൻ ഇപ്പോഴും കാണുന്നു. തുറന്നു കിടക്കുന്ന വഴികളാണ്. പാവങ്ങളെ അകന്നു കിട്ടി നല്ലൊരു രൂപത്തെ കൂടി മുഹൂർത്തം കൊടുത്തത് മുത്തം വിശേഷ അനുഭവം എനിക്കും മനസ്സ് കൊടുക്കരുത് കേട്ടോ. എല്ലാവർക്കും നിങ്ങൾ ജീവിതമാർഗം നയിക്കുവാൻ മറുഭാഗം ഉപദേശം കൊടുത്തു. നീ ഒളിച്ചോടാനൊരു മനസ്സ് കൊടുത്ത് ഉപദേശം വാക്ക് കൊണ്ട് കൊടുത്തവരാ നീ. അത് പാടില്ല കേട്ടോ. ജീവിതം തന്നാത്തിന് മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ. ആ ജീവിതത്തിൻ്റെ ആരോഗ്യം പുലർത്ത് മുത്തം തന്നാപ്പരെ ആയുസ് വർദ്ധിപ്പിച്ച് മുത്തം കൂടിയുണ്ടാവും കേട്ടോ. ഭയപ്പെടുക. അവരവരുടേതായ വേദന എല്ലാം മടക്കി പിടിക്കുക. എല്ലാവരും മുന്നിൽ തിരുമുഖം പ്രസാദമായിട്ട് നിൽക്കണം. ദുഃഖത്തിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നിന്റെ ദുഃഖം അറിയുവാനുള്ളൊരു പ്രേക്ഷകന്മാർക്കും സന്തോഷത്തിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും സ്നേഹം നിന്നിൽ പകർന്നു കിട്ടും. അതിൽ കൂടി ദേവൻ തന്ന പരമത്താണ്. അതേ പ്രകാരത്തിനൊക്കെ ശക്തി മുത്തം തന്നാപ്പരെ പരമത്തം കൽപ്പിക്കട്ടെ കേട്ടോ. സ്വന്തത്തിൽ ഒരു ഭാഗം കൊണ്ടിട്ട് ഒരരികിലും സാവധാനം കേൾത്താൽ മതി.